ഒരിക്കൽ ഒരു യുവാവ് ഒരു വലിയൊരു മലയിലേക്ക് കയറിപ്പോകാനിടയായി. ജയിച്ചടക്കണം, ആ മലയുടെ കൊടുമുടിയിലെത്തണം എന്ന ചിന്തയോടെയാണ് ഈ യുവാവ് ആ മലമണ്ടയിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ അവസാനം തൻ്റെ ആഗ്രഹം നിറവേറി ആ കൊടുമുടി താൻ ജയിച്ചടക്കുവാനിടയായി. ജയിച്ചടക്കിയ സന്തോഷത്തിൽ താൻ ആ കൊടുമുടിയിൽ നിന്ന് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ കാലിൻ്റെ അരികിൽ ഒരു ചലനം അനുഭവപ്പെട്ടു, ഒരു ശബ്ദവും അനുഭവപ്പെട്ടു. ഈ യുവാവ് തൻ്റെ കാൽപാദത്തിലേക്ക് നോക്കിയപ്പോൾ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ മലമണ്ടയിൽ കാണപ്പെടുന്ന റാറ്റിംഗ് സ്നാക്ക് എന്നറിയപ്പെടുന്ന ഒരു വിഷപ്പാമ്പായിരുന്നു തൻ്റെ കാൽപാദത്തിൻ്റെ അരികിൽ ഇങ്ങനെ കിടക്കുന്നത്. അതിനെ കണ്ടതും താൻ ഭയപ്പെട്ട് മാറി വരാനിരിക്കുമ്പോൾ ഈ പാമ്പ് വളരെ ദയനീയ അവസ്ഥയിൽ ഈ യുവാവിനോട് പറഞ്ഞു, അയ്യോ, ഞാൻ കഴിഞ്ഞ ചില മാസങ്ങളായി ഭക്ഷണമില്ലാതെ ഈ കൊടും തണുപ്പിൽ ഇങ്ങനെ കിടന്ന് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നീ ഒന്ന് മനസ്സു വച്ചാൽ എനിക്കൊന്ന് ജീവനിലേക്ക് അല്ലെങ്കിൽ ജീവങ്കിലേക്ക് വരാൻ കഴിയും. ഈ കൊടും തണുപ്പിൽ എനിക്കിനി അധിക നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. മാത്രമല്ല, ആഴ്ചകളായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ താഴോട്ട് പോകുമ്പോൾ നിൻ്റെ ജാക്കറ്റിൽ എന്നെയും കൂടെ ഒന്ന് എടുത്ത് വച്ച് താഴെ കൊണ്ടാക്കിയാൽ ഞാൻ എഴഞ്ഞെവിടെയെങ്കിലും പോയി ഭക്ഷണമൊക്കെ കൊണ്ട് ജീവിക്കാം. ഈ മനുഷ്യൻ പറഞ്ഞില്ല, നിൻ്റെ വർഗത്തെക്കുറിച്ച് നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിൻ്റെ മേൽ ഉള്ള വിഷം അത് ഭയങ്കര വിഷമാണ്. നീ ഒന്ന് ചീറ്റിയാൽ, നിന്നെ ഒന്ന് തൊട്ടാൽ, നീ ഒന്ന് കടിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ നിന്നെക്കുറിച്ച് നിൻ്റെ വർഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ സഹായിക്കത്തില്ല. ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ മടിയിലോ എൻ്റെ ജാക്കറ്റിലോ കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് എനിക്ക് ജീവിക്കണം. ഈ യുവാവ് ആ പാമ്പിനോട് ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞ് താൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഓടി വന്ന് ആ പാമ്പ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. നിന്നെ ഞാൻ കടിക്കത്തില്ല. എൻ്റെ സ്വഭാവം കടിക്കുന്നതാണെങ്കിലും നീ കേട്ടതെല്ലാം സത്യമാണെങ്കിലും നിന്നെ ഞാൻ കടിക്കത്തില്ല, നിന്നെ ഉപദ്രവിക്കത്തില്ല. നിന്നെ ഞാൻ പ്രത്യേകമായി പരിഗണിക്കും. ആ പാമ്പിന് ഒരു നിമിഷം ആ മനുഷ്യൻ പകച്ചു നിന്നിട്ട് ആ പാമ്പിൻ്റെ വാക്ക് വിശ്വസിച്ച് അതിനെ എടുത്ത് തൻ്റെ ജാക്കറ്റിൻ്റെ അകത്തേക്ക് വച്ച് ഈ പാമ്പിനെയും കൊണ്ട് താഴോട്ട് വരികയാണ്. താഴോട്ട് വന്ന് ഈ താഴ്വരയിലെത്തിയപ്പോൾ ഈ പാമ്പിനെ പതുക്കെ എടുത്ത് താഴെയാക്കിയിട്ട് താൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ പാമ്പ് ഒരു ചലനമില്ലാതെ കിടക്കുകയാണ്. ഈ മനുഷ്യന് ഭാരം തോന്നി. അയ്യോ, ചാവുമെന്ന് വിചാരിച്ചാണല്ലോ അവിടെ നിന്ന് ഇത്രയും പാടുപെട്ട് ഞാൻ താഴെ കൊണ്ടുവന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ചത്തുപോയല്ലോ എന്ത് ചിന്തിച്ച് തൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിയതും പാമ്പ് ഒറ്റ കുതിപ്പിന് കുതിച്ച് അവൻ്റെ കാലിൽ കൂടെ ചുറ്റി ഇങ്ങനെ നിൽക്കുക. ആ മനുഷ്യൻ പറഞ്ഞു, എന്തേ, നീ എന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്നെ ആ മലമണ്ടയിൽ നിന്ന് ഈ താഴ്വരയിൽ കൊണ്ടുവന്നത്? നീ എന്നെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നത് ശരിയായ നടപടിയല്ല. ആ പാമ്പ് പറഞ്ഞു, എടോ മനുഷ്യ, ഞാൻ ആരെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ സ്വഭാവം എന്തെന്നും നിനക്ക് വ്യക്തമായിട്ടറിയാം. നീ എന്നെ എടുത്താൽ ഞാൻ നിന്നെ കടിക്കുമെന്നും കൊത്തുമെന്നും നിനക്ക് നന്നായിട്ടറിയാം. എൻ്റെ ദയനീയ വാക്കുകളുടെ മുമ്പിൽ നീ വിശ്വസിച്ച് എന്നെ എടുത്ത നീയാണ് മണ്ടൻ.
എൻ്റെ സ്വഭാവം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഒറ്റ കൊത്ത് അല്പനിമിഷം കഴിഞ്ഞതും അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഈ സംഭവം ഞാൻ പറഞ്ഞത്, ഈ യുവാവിന് നന്നായിട്ട് അറിയാമായിരുന്നു ഈ പാമ്പിൻ്റെ സ്വഭാവം. ആ പാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ മറന്ന് ആ പാമ്പിനെ എടുത്ത് കയ്യിൽ വച്ചതുകൊണ്ടാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം തകർന്നു പോകുവാനിടയായത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പാപം നിന്നെ കൊത്തുമെന്നും പൈശാചികൻ നിന്നെ വെറുതെ വിടത്തില്ലെന്നും അറിഞ്ഞിട്ടും ആ പാപത്തിൻ്റെ പുറകെ, ആ പൈശാചികന്റെ പുറകെ, ആ കൊത്തുന്ന സ്വഭാവമുള്ള പാമ്പിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് അപകടകാരിയായി നമ്മുടെ ജീവിതത്തിൽ മാറുമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അറിയാതെയാണെങ്കിൽ ദൈവം നിന്നെ സൂക്ഷിക്കും. അറിഞ്ഞുകൊണ്ട് പാപത്തെ താലോലിച്ചാൽ, അറിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ പുറകെ പോയാൽ, അറിഞ്ഞുകൊണ്ട് പാമ്പിനെ എടുത്തു തോളിലിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തലമുറയ്ക്ക് വരെയും അത് ദോഷമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നു പകൽക്കാലം ഉപദ്രവകാരികളായ പാമ്പുകളെ, ഇന്നു പകൽക്കാലം പാപത്തെ, ഇന്നു പകൽ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ തകർത്ത്, നമ്മുടെ തലമുറകളുടെ ഭാവികളെ തകർത്ത്, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തകർത്ത്